അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല. ഇത് ഒരിക്കൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളതാണ്. ഒരു ഡേറ്റ മാത്രം മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, ഒരിക്കൽ മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രമേ ദയവായിട്ട് ഉപയോഗിക്കാവുള്ളൂ. കാരണം എല്ലാവരും കയറിയിട്ട് എല്ലാ ഫീൽഡും മാറിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടില്ല. കാരണം അത് ലോഗിൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വേറെ ആരെങ്കിലും ഡാറ്റ തിരുത്തിയിട്ടുണ്ടോ ഇല്ലോ എന്നറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് കറക്ഷൻ വിൻഡോ ഉപയോഗിക്കേണ്ട. ലോഗിൻ ചെയ്തിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റയ്ക്ക് എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടോ എന്നറിയാം. അവർക്ക് സ്വീകരിക്കാവുന്നതാണെങ്കിലല്ലേ സ്വീകരിക്കുകയുള്ളൂ. അപ്പം അത് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ട് കാണാവുന്നുണ്ടെങ്കിൽ ഇനി മാറ്റി അപ്ലോഡ് ചെയ്യണം. പോസ്റ്റ് കാർഡിൻ്റെ സൈസിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ നീറ്റിൻ്റെ റിസൾട്ട് കേരളയുടെ സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കേരള മെഡിക്കൽ പ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതും എല്ലാവരും ഇപ്പോഴേ ഓർമ്മയിലിരിക്കണം. അപ്പോൾ അത് തിരുത്താനായിട്ട് ആരും ശ്രമിക്കേണ്ട, അത് തെറ്റല്ല. എല്ലാവർക്കും അങ്ങനെയാണ്. വേറൊരാളുടെ വേണമെന്ന് സംശയം ഉണ്ടെങ്കിൽ വേറൊരാളുടെ ഇമെയിൽ ഐ ഡി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അവരുടെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും തിരുത്താതിരിക്കുകയാണ് നല്ലത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 87ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. സാർ, തീർച്ചയായിട്ടും നീറ്റ് 2024 ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് ഇനി പറയുകയാണെങ്കിൽ 50 ദിവസങ്ങൾ പോലും ഇല്ല. നമുക്ക് 25 ലക്ഷം കുട്ടികൾ ഒരുമിച്ച് ഒരൊറ്റ എക്സാം എഴുതാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തയ്യാറെടുപ്പിലാണ് കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം. കൃത്യമായ സ്ട്രാറ്റജി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. കാരണം ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് നമുക്ക് ആലോചിച്ചാൽ അറിയാം. നമ്മളിപ്പോൾ ജൂൺ മുതൽ തുടങ്ങിയ ബാച്ചാണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം +1 +2 കൂടെ തുടങ്ങിയ ബാച്ചാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് ആദ്യം നമ്മൾ തിയറി പഠിക്കുന്നു, ഓരോ ചാപ്റ്റർ വൈസുള്ള പരീക്ഷകളൊക്കെ നടക്കുന്നു. അതിന് നമ്മൾ NCERT വായിക്കണം എന്ന് പറയുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം എന്ന് പറയുന്നു. അങ്ങനെ കൃത്യമായിട്ടൊരു പാറ്റേണിലൂടെയാണ് കുട്ടികൾ പോയിക്കൊണ്ടിരുന്നത്. അവസാനം നമ്മൾ ജനുവരി ആയപ്പോഴത്തേക്ക് എല്ലാവരുടെയും ടോപ്പിക്കുകൾ, ലോങ് ടൈം ആണെങ്കിലും റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരുടെയും ടോപ്പിക്കുകൾ നമ്മൾ തീർത്തു. എല്ലാ ചാപ്റ്ററുകളും 83 ചാപ്റ്ററുകളും നമ്മൾ പഠിപ്പിച്ച് തീർത്തു. അപ്പം അതിൻ്റെ എല്ലാ ഓരോ ചാപ്റ്ററിൻ്റെയും പരീക്ഷകളൊക്കെ നടത്തി. പിന്നെ അതിന് ശേഷം നമ്മൾ വിവിധ ചാപ്റ്ററുകൾ ക്ലബ് ചെയ്തുകൊണ്ട് ഏതാണ്ട് 10ഓളം മോഡലുകൾ നടത്തി. അതിനുശേഷം വിവിധ യൂണിറ്റുകൾ ക്ലബ് ചെയ്ത് അത് നടത്തി. ഇപ്പം നമ്മളിത് ഫുൾ മോഡലിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ടൊരു പാക്കേജിൽ അവരെത്തി നിൽക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ 50 ദിവസങ്ങൾ അല്ലെ 45 ദിവസങ്ങൾ ഓരോ കുട്ടികൾക്കും അവനവൻ്റെ കാലിബറിനെ പോളിഷ് ചെയ്യാനുള്ള സമയമുണ്ട്. എങ്ങനെയാണ് ഞാൻ മെയ് 5 ഇതുപോലെ ഒരു എളുപ്പമുള്ള എക്സാം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ, ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ 200 ചോദ്യങ്ങളിൽ ഏതാണ്ട് 165 170 ചോദ്യങ്ങളോളവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതുണ്ട്. അപ്പം അത് ഏത് രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ഉണ്ട്. കൃത്യമായിട്ടുള്ള ആ ഐഡിയ അവർക്ക് മനസ്സിലാക്കാനുള്ള സമയവുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോ കുട്ടികൾക്കും തയ്യാറെടുക്കാനുള്ള സമയമാണ് ഈ അവസാനത്തെ ഈ 45 ദിവസം 50 ദിവസം എന്ന് പറയുന്നത്. ഫുൾ മോഡലുകളാണ് നടക്കുന്നത്. റെഗുലറായിട്ട് ഫുൾ മോഡലുകൾ നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസുകൾ നടക്കുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് പോളിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ചിലർക്ക് ചില കണ്ടൻറ്റ് വൈസ് ആയിരിക്കാം, ചിലർക്ക് ടൈം ബൗണ്ട് ആയിരിക്കാം, ചിലർക്ക് അനാവശ്യമായ ചിന്താഗതികൾ തന്നെയൊക്കെ ആയിരിക്കാം. ഇതിനെല്ലാം മാറ്റിക്കൊണ്ട് മെയ് 5 നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ നമ്മുടെ കറക്ഷൻ വിൻഡോ 18 തീയതി മുതൽ 20 വരെ ഓപ്പൺ ആവുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പം നീറ്റ് 2024 അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ കൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെ കറക്ഷൻ വിൻഡോയുടെ സമയമാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് അറിയാൻ സാധിക്കും NTA വെരിഫൈ ചെയ്ത കറക്ഷൻ ആണോ അതോ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കറക്ഷൻ വെരിഫൈ ചെയ്ത് അറിഞ്ഞ് തിരുത്തേണ്ടതാണോ? തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു ചോദ്യം തന്നെയാണിത്. കാരണം പല കുട്ടികൾക്കും ഉണ്ട്, നമ്മളിപ്പം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ഡാറ്റ മുഴുവൻ NTA വെരിഫൈ ചെയ്തു, അവർ നമ്മളോട് കറക്ഷൻ പറഞ്ഞു, അത് മാറ്റാനുള്ള സമയമാണോ എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. യഥാർത്ഥത്തിലല്ല. ഇത് അപ്ലൈ ചെയ്തപ്പോൾ നമ്മളായിട്ട് ഓരോ രക്ഷിതാക്കളും അല്ല വിദ്യാർത്ഥികളും ആരാണോ അപ്ലൈ ചെയ്തത് അതിൽ വരുത്തിയ ചെറിയ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി മാത്രമുള്ള സമയമാണ്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റയും NTA വെരിഫൈ ചെയ്തിട്ടില്ല. ആധാർ നമ്പർ ശരിയാണോ, +2 റോൾ നമ്പർ ശരിയാണോ, മാർക്ക് ശരിയാണോ, അഡ്രസ്സ് ശരിയാണോ, അപ്ലോഡ് ചെയ്ത ഇമേജുകളെല്ലാം കറക്റ്റാണോ, ഇതൊന്നും NTA വെരിഫൈ ചെയ്തിട്ടില്ല. എല്ലാവരെ കൊണ്ടും വെറുതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ വന്നിരിക്കുന്ന തെറ്റുകൾ തിരുത്താനായിട്ടാണ് 18, 19, 20 തീയതികളിൽ സമയം. ഈ 20-ാം തീയതിക്ക് ശേഷമാണ് NTA ഓരോ ഓൺലൈൻ ആപ്ലിക്കേഷനും വെരിഫിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട്
ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ വന്ന തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ തിരുത്തേണ്ടത്. അതിനകത്ത് എല്ലാവർക്കും എല്ലാ ഡീറ്റെയിൽസും തിരുത്താനുള്ള അവകാശമുണ്ട്. നമ്മൾ തുടങ്ങുന്ന ആധാർ വെരിഫിക്കേഷൻ തൊട്ട് കുട്ടികളുടെ പേര് തൊട്ട് ഏറ്റവും അവസാനം നമ്മൾ ചെയ്യുന്ന ഇമേജുകൾ വരെ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയ സമയത്ത് വിദേശത്തെ എക്സാം സെൻറ്റർ അനുവദിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആർക്കെങ്കിലും ഇനി വിദേശത്തേക്ക് എക്സാം സെൻറ്റർ മാറ്റണമെന്നുണ്ടെങ്കിൽ വിദേശത്തോട്ട് എക്സാം സെൻറ്റർ മാറ്റി കൊടുക്കാം. ഇനി ഇങ്ങോട്ട് ആർക്കെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതും മാറ്റാം. അപ്പം എക്സാം സെൻറ്റർ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ കറക്റ്റ് ചെയ്യാം. അപ്പം മെയ് 5-ാം തീയതി എവിടെയായിരിക്കണം പരീക്ഷ എഴുതേണ്ടത്, ഏത് കാറ്റഗറി ആയിരിക്കണം ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ആയിരിക്കണം ഞാൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയൊരു പുനരാലോചനയ്ക്ക് സമയമില്ല. 20-ാം തീയതി കൊണ്ട് നമുക്ക് തീരും. അപ്പോൾ ഈ വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയാണ് 18, 19, 20 എന്ന തീയതികളിൽ NTA-യുടെ വെബ്സൈറ്റ് വഴി നടക്കുന്നത്. സർ, അതുപോലെ തന്നെ ഈ വൺ ടൈം കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വട്ടം തിരുത്താൻ പറ്റുമെന്നാണോ അതോ എന്തെങ്കിലും ഒരു ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും തിരുത്താൻ പറ്റുമെന്നാണ്? വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം എല്ലാ കുട്ടികളും കയറിയിട്ട് ആദ്യം ഒന്ന് പേരിനകത്ത് എന്തെങ്കിലും അത് തിരുത്തിയിട്ട് സേവ് ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യും. പിന്നെ ഒന്നും കൂടെ കയറിയിട്ട് അഡ്രസ്സിനകത്തുള്ളതും തിരുത്തും. പിന്നെ വീണ്ടും 20-ാം തീയതിക്കുള്ളിൽ കയറിയിട്ട് ഇമേജുകൾ എവിടെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരിക്കലും നമുക്ക് പറ്റില്ല. ഇത് ഒരിക്കൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളതാണ്. ഒരു ഡേറ്റ മാത്രം മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, ഒരിക്കൽ മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് മുഴുവൻ ഡേറ്റകളും വേണമെങ്കിൽ വൺ ടൈമായിട്ട് തിരുത്താം. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ കയ്യിൽ 3 പേജ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് കാൻഡിഡേറ്റിൻ്റെ പേര് മുതൽ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പ്രിൻ്റ് ഔട്ടിലുണ്ട്. മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ കൺഫർമേഷൻ പേജ് എന്നും പറഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ആപ്ലിക്കേഷൻ ഫോമായിട്ട് തന്നെയാണ് കൺഫർമേഷൻ വരുന്നത്. അപ്പം 3 പേജ് നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. അത് 1 by 1 ഓടിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് അടയാളപ്പെടുത്തുക. ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ഏതൊക്കെ മാറ്റണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ വെക്കുക. മെയ് 5-ാം തീയതി പരീക്ഷ എവിടെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ വെക്കുക. കാരണം ഇപ്പം അപ്ലൈ ചെയ്ത ഫെബ്രുവരി മാസത്തിലൊക്കെ ചിലർക്ക് വീടുകളിൽ എഴുതണം, അല്ലെങ്കിൽ ചിലർക്ക് എക്സാം സെൻറ്റർ നമുക്ക് പഠിക്കുന്നിടത്ത് തന്നെ എഴുതണം. പല ഐഡിയകളായിരുന്നിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം സെൻറ്റർ എവിടെ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ എക്സാം സെൻറ്റർ എവിടെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുക പേരൻസൊക്കെ ആയിട്ട്. അങ്ങനെ വേണ്ട മാറ്റങ്ങളെല്ലാം ആദ്യം ആപ്ലിക്കേഷനിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് വേണ്ട ഡീറ്റെയിൽസ് മാത്രം തിരുത്തുക. എന്നിട്ട് ഫൈനൽ സബ്മിറ്റ് വീണ്ടും ഉണ്ട്. ഫൈനൽ സബ്മിഷനകത്ത് വീണ്ടും എല്ലാം കൂടെ നോക്കുക, മാറിപ്പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇപ്പം നമ്മൾ ഒരു മാറ്റം വരുത്തിയിട്ട് പിന്നെ നമുക്കറിയാം, നമുക്കിപ്പോൾ ആപ്ലിക്കേഷനുള്ള ഒരു ചെറിയ തെറ്റ് ഒരിക്കലും നമ്മുടെ പ്രവേശനത്തെ ബാധിക്കുകയൊന്നുമില്ല. പക്ഷേ മെയ് 5-ാം തീയതി നമ്മൾ പരീക്ഷ എഴുതുന്ന നമ്മളുടെ സ്വാഭാവികമായ ശ്രദ്ധയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഫൈനൽ സബ്മിറ്റ് നമുക്ക് വീണ്ടും നോക്കാനുള്ള അവസരമുണ്ട്. ഒരു തെറ്റും വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു, പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. അപ്പം അതാണ് രീതി. അല്ലാതെ നമ്മളിത് ലോഗിൻ ചെയ്ത് നിന്നിട്ട് 1 by 1 നോക്കാൻ പോയി നമുക്കൊന്നും മനസ്സിലാവില്ല. ആദ്യം നമ്മുടെ കയ്യിലുള്ള പ്രിൻ്റ് ഔട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കുക, തെറ്റുണ്ടെങ്കിൽ എല്ലാം മാർക്ക് ചെയ്യുക, എന്നിട്ട് അത് നമ്മുടെ വിൻഡോയ്ക്കകത്ത് ലോഗിൻ ചെയ്തിട്ട് മാറ്റുക, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് രീതി. ചെറിയൊരു കറക്ഷൻ വിൻഡോ ഹാൻഡിൽ ചെയ്യുന്നതിന് രണ്ടാമതൊരിക്കൽ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഫീസ് എന്തെങ്കിലും ഉണ്ടോ? യഥാർത്ഥത്തിൽ നമുക്കൊരു ഈ കറക്ഷൻ വിൻഡോയ്ക്കായിട്ടൊരു പേയ്മെൻറ്റ് ഇല്ല, ഒരു ഫീസ് ഇല്ല. എന്നാൽ ഫീസ് അടക്കേണ്ട ചില ആൾക്കാരുണ്ട്. ഏത് വിഭാഗത്തിൽ വരുന്നവരാണ്? കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നവർ. ഇപ്പം OBC എന്നോ EWS എന്നോ കൊടുത്തു, പക്ഷേ അവർക്ക് മനസ്സിലായി തഹസീൽദാരിന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആപ്ലിക്കേഷൻ ജനറലോട്ട് മാറ്റുമ്പം 100 രൂപ നമ്മൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അത് ആ മാറ്റം വരുത്തേണ്ട ആ വൺ ടൈം കറക്ഷൻ വിൻഡോ ഉപയോഗിച്ചുകൊണ്ടല്ല, കാറ്റഗറി മാറ്റിയതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഫീസ് അടയ്ക്കേണ്ടി വന്നതാണ്. നമ്മൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് എക്സാം സെൻറ്റർ മാറ്റുന്നു. അപ്പോൾ വിദേശത്ത് 9,500 രൂപയാണ്. ഇവിടെ നമ്മൾ അടച്ചിരിക്കുന്ന 1,700 1,600 രൂപയാണ്. അപ്പം നമ്മളത് ബാക്കിയുള്ള 9,500 രൂപയുടെ ബാക്കി എത്ര രൂപയാണോ അത് അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ 2 രീതികളിൽ മാത്രമാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നത്. അല്ലാതെ കറക്ഷൻ വിൻഡോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇനി അതുപോലൊപ്പം തന്നെ വിദേശത്ത് എക്സാം സെൻറ്റർ 9,500 വെച്ച് അടച്ചു, ഇനി ഇങ്ങോട്ട് എക്സാം സെൻറ്റർ മാറ്റുക, 1,700 മാറ്റുക, ബാലൻസ് ഫീസ് തിരികെ തരുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് തരികയില്ല. രജിസ്ട്രേഷൻ ഫീസ്, നമ്മളിപ്പോൾ ഈ അടച്ച ആപ്ലിക്കേഷൻ ഫീസ് ഒരു കാരണവശാലും റീഫണ്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എക്സാം സെൻറ്റർ ഇങ്ങോട്ട് മാറ്റിയെന്ന് വിചാരിച്ച് നമുക്ക് ആ പൈസ തിരികെ ലഭിക്കാനുള്ള അർഹതയൊന്നുമില്ല. പക്ഷേ കറക്ഷൻ വിൻഡോയ്ക്കായിട്ട് പേയ്മെൻ്റ് ഇല്ല. ഇങ്ങനെ കാറ്റഗറി ചേഞ്ച് കൊണ്ടോ എക്സാം സെൻറ്റർ വിദേശത്തേക്ക് മാറ്റുന്നതുകൊണ്ട് മാത്രമേ
നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുള്ള വരുള്ളൂ. എക്സാം സെൻറ്റർ ഇന്ത്യക്കകത്ത് മാറ്റുന്നതിന് യാതൊരു പേയ്മെൻറ്റും അടയ്ക്കേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോൾ ഈ ഒരു കറക്ഷൻ വിൻഡോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അതിലേക്ക് പ്രവേശിച്ച് കറക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട തീർച്ചയായിട്ടും അത് ഇപ്പം നമ്മളിപ്പം മൊബൈലിൻ്റെയൊക്കെ അല്ലെങ്കിൽ ടാബിൻ്റെയൊക്കെ ഒരു യുഗം ആയതുകൊണ്ട് എല്ലാവരും ഇത് നമ്മുടെ ലോഗിൻ ചെയ്തിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാമല്ലോ. അല്ല മിക്കവാറും ഇത് ഓൾറെഡി സേവ് ആയിരിക്കും ആപ്ലിക്കേഷൻ പേരും പാസ്വേഡും. അപ്പം നമ്മൾ വെറുതെ നമ്മുടെ ടാബിനകത്തോ മൊബൈലിനകത്തൊക്കെ നമ്മൾ എല്ലാ ഫീൽഡും എല്ലാവരും കയറി നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. ആവശ്യമുള്ളവർ മാത്രമേ ദയവായിട്ട് ഉപയോഗിക്കാവുള്ളൂ. കാരണം എല്ലാവരും കയറിയിട്ട് എല്ലാ ഫീൽഡും മാറിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടില്ല. കാരണം അത് ലോഗിൻ ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം വേറെ ആരെങ്കിലും ഡാറ്റ തിരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പം അതിന് വേണ്ടിയിട്ട് കറക്ഷൻ വിൻഡോ ഉപയോഗിക്കേണ്ട. ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഒരിക്കൽ കൂടി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാറ്റയ്ക്ക് എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടോ എന്നറിയാം. കാരണം അവരുടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ ചെയ്തവരുടെ ഡീറ്റെയിൽസ് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നുകയല്ലേ നമ്മുടെ ഡാറ്റയ്ക്കകത്ത് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊരു ചെക്ക് ചെയ്യണമെന്ന്. ലോഗിൻ ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊടുത്ത ഡാറ്റ അല്ലാതെ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എന്നറിയാം. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അവർ മാത്രം കറക്ഷൻ, വൺ ടൈം കറക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പ്രധാനപ്പെട്ടത്? മെയ് 5-ാം തീയതി നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമ്മൾ വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് കൊണ്ടുപോകണം. അപ്പം അതിനകത്ത് നമ്മുടെ ഹോൾ ടിക്കറ്റുള്ള നമ്മളുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതൊക്കെ എക്സാക്ട്ലി പോലെ തന്നെ ഇരിക്കണം നമ്മുടെ വാലിഡ് ID പ്രൂഫിനകത്തും. അപ്പം നമ്മൾ +2 ഹോൾ ടിക്കറ്റാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിലുള്ള പേരും നമ്മുടെ വാലിഡ് ID പ്രൂഫ് ഹോൾ ടിക്കറ്റിലുള്ള പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് തന്നെയായിരിക്കും. അത് തന്നെയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ആധാറാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലെ പേരും ആധാറിലെ പേരും ഒരുപോലെ ഇരിക്കണം. പാസ്പോർട്ടാണെങ്കിൽ അതുപോലെ ഇരിക്കണം. അപ്പം മെയ് 5-ാം തീയതി നമ്മൾ എന്താണോ വാലിഡ് ID പ്രൂഫായിട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് നമ്മുടെ പേരും ഒക്കെ കറക്റ്റ് ഉള്ളത് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേര് തിരുത്തണം എന്നുണ്ടെങ്കിൽ ആധാറിലെ പോലെ പേര് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ +2 മാർക്ക് ലിസ്റ്റ് പോലെ പിന്നെ തിരുത്താനായിട്ട് നമുക്ക് 1 and only സെയിം സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കിടക്കുന്ന പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉള്ളത് ഏതാണോ അതിനനുസരിച്ചുള്ളൊരു വാലിഡ് ID പ്രൂഫ് ഉണ്ടോ എന്ന് നോക്കുക ആദ്യം ചെയ്യേണ്ടത്. ഉണ്ടെങ്കിൽ പിന്നെ ഇത് തിരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ 4 കാര്യങ്ങളാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. മെയ് 5-ാം തീയതിയും അഡ്മിഷൻ സമയത്തുമൊക്കെ വെരിഫൈ ചെയ്യുന്ന 4 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ 4 മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് റിസർവേഷൻ അനുസരിച്ച് കാറ്റഗറി, നമുക്ക് കാറ്റഗറി ജനറലോട്ട് മാറ്റാനോ തിരിച്ച് OBC, EWS, SC, ST മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇത്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ജനറലാക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളവർ കാറ്റഗറിക്ക് അനുസരിച്ച് OBC-ന്നോ EWS-ന്നോ കൊടുക്കുക. കാരണം ഇനിയൊരു മാറ്റം എപ്പോഴേ ഉള്ളൂ, നമുക്ക് MCCയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ജനറലിലോട്ടേ മാറ്റാൻ പറ്റുള്ളൂ. അവിടെ നമുക്കൊരിക്കലും OBC-ലോട്ടോ EWS-ലോട്ടോ മാറ്റാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ജനറലാക്കുക. കാറ്റഗറി സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളവർ റിസർവേഷൻ അനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കി നമ്മുടെ എക്സാം സെൻറ്ററിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാകുക. 20-ാം തീയതിക്ക് ശേഷം ഒരു കാരണവശാലും എക്സാം സെൻറ്റർ മാറ്റാൻ അനുവദിക്കുന്നതല്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പരീക്ഷ എഴുതണമെങ്കിലോ വിദേശത്ത് പരീക്ഷയ്ക്ക് എഴുതണമെങ്കിൽ എക്സാം സെൻറ്ററിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുക. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ, പലർക്കും പ്രശ്നമുണ്ട്. അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ പേരുണ്ട്, അല്ല അതിനകത്ത് പേരിന് തെറ്റുണ്ട്, പോസ്റ്റ് കാർഡ് സൈസ് അതിനകത്ത് പേര് തെറ്റുണ്ട്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ പല സംശയമുണ്ട്. മെയ് 5-ാം തീയതി പരീക്ഷ എഴുതാനായിട്ടുള്ളതിനകത്ത് പേരും ഡേറ്റും ഒന്നും യാതൊരു ഘടകവുമല്ല. പേരും ഡേറ്റും ഉണ്ടോ, അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഇയർ തെറ്റാണോ, അപ്ലൈ ചെയ്യുന്നതിന് ശേഷമുള്ള ഡേറ്റ് ആണോ, ഇതൊന്നും NTA വെരിഫൈ ചെയ്യുന്നില്ല. നമുക്കതൊക്കെ പ്രധാനപ്പെട്ടതാണെങ്കിൽ, നമ്മുടെ കുട്ടി അതനുസരിച്ച് ടെൻഷനുള്ള ആളാണെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് പേരും ഡേറ്റും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെയുള്ള പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസും ഒരേ ഫോട്ടോയും ഒക്കെ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഏറ്റവും കൃത്യമാക്കാനുള്ള സമയമാണ് 18, 19, 20 തീയതികളിൽ. അതിനുശേഷം ഒരു കാരണവശാലും നമുക്കായിട്ട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ വരികയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം, എക്സാം സെൻറ്റർ, അപ്ലോഡ് ചെയ്ത 4 ഇമേജസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുക. ഇതിലൊന്നും തെറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ കറക്ഷൻ വിൻഡോ ഉപയോഗിക്കാതിരിക്കുക. ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോമിനകത്ത് തെറ്റൊന്നും വന്നിട്ടില്ല എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതിയാകും.
സർ അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോയുടെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇമേജുകൾ മാറ്റാൻ സാധിക്കും, ഫോട്ടോയും സിഗ്നേച്ചറും. കാരണം ഇപ്പം എല്ലാവരുടെയും സംശയമുണ്ട്, സിഗ്നേച്ചർ ചെരിഞ്ഞാണ്, അല്ല തിരിഞ്ഞാണ്, റിവേഴ്സ് ഓർഡറാണ്, അല്ല വെർട്ടിക്കലാണ്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത തമ്പ് ഇംപ്രഷൻ അല്ല, ഈ 10 വിരലിൻ്റെ ഇംപ്രഷൻ ഞാൻ ഹൊറിസോണ്ടലായിട്ടാണ് അപ്ലോഡ് ചെയ്തത്, അത് വെർട്ടിക്കലായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസ് നമ്മളുടെ തന്നെ ആകുക എന്ന് മാത്രമേ ഉള്ളൂ. ഫോട്ടോ, സിഗ്നേച്ചർ, 10 വിരലിൻ്റെയും ഇംപ്രഷൻ ഇത് നമ്മളുടെ തന്നെ ആണെങ്കിൽ പിന്നെ അതിനകത്ത് വെർട്ടിക്കലാണ്, ഹൊറിസോണ്ടലാണ്, അല്ലെങ്കിൽ ചെരിഞ്ഞു പോയി, അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡറാണ്, ഇതൊന്നിനൊന്നും പ്രസക്തിയില്ല. നമ്മളുടെ തന്നെ ഇമേജസ് ആയാൽ മാത്രം മതി. നമ്മളുടെ ഇമേജസ് അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റി കറക്റ്റ് ചെയ്യുക. ഇനി ഇതിനൊക്കെ നമ്മൾ വലിയൊരു ടെൻഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാം. പക്ഷേ തമ്പ് ഇംപ്രഷൻ, ഈ 10 വിരലിൻ്റെയും ഇംപ്രഷൻ നേരെയാക്കാൻ നോക്കണ്ട. അത് പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം 10 വിരലിൻ്റെ ഇംപ്രഷൻ കൊടുക്കുമ്പോൾ എന്താണെങ്കിലും അത് സ്വാഭാവികമായിട്ടും അത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വളരെ ഞെരുങ്ങിയിരിക്കുന്ന ഒരു ഇത് ഫീൽ വരും. അപ്പോൾ അത് കറക്റ്റ് ആവണം നിർബന്ധമില്ല. അപ്പം ഇമേജസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഉത്കണ്ഠ കണ്ട അത് നിങ്ങളുടെ തന്നെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോട്ടോ എനിക്കത് മുമ്പ് പറഞ്ഞ പോലെ പേരും ഡേറ്റിന് വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിഷ്യൽ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ സ്പേസ് ഇല്ലെങ്കിലൊക്കെ ഫോട്ടോ നിങ്ങളുടെ ആണെങ്കിൽ യാതൊരു പ്രോബ്ലവും വരില്ല എന്ന് മാത്രം ഓർത്താൽ മതി. എന്നാലും നിങ്ങൾക്ക് മെയ് 5-ാം തീയതി ഇതിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും ഫോട്ടോ, സിഗ്നേച്ചർ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ എന്നിവ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ചിലർ പറയുന്ന കാര്യം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ പലരുടെ അപ്ലോഡ് ആയില്ല, എറർന്ന് കാണിച്ചു. അപ്പോൾ അതിന് പകരം അവരെന്ത് ചെയ്തു, ചെറിയ ഫോട്ടോ ആക്കിയപ്പോൾ അല്ലെ അവിടെ തന്നെ വീണ്ടും പാസ്പോർട്ട് സൈസ് അപ്ലോഡ് ചെയ്തപ്പോൾ അത് അപ്ലോഡ് ആകുകയും ചെയ്തു. അപ്പോൾ അത് മാറ്റണോ, ഇനി വീണ്ടും സൈസ് കൂട്ടി ചെയ്യണോ? വേണ്ട. യഥാർത്ഥത്തിൽ അവിടെ അപ്ലോഡ് ആകുന്നത് അവർ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻ കറക്റ്റ് ആണെങ്കിൽ അവിടെ അപ്പം ആവുള്ളൂ. അവർക്ക് സ്വീകരിക്കാവുന്നതാണെങ്കിലല്ലേ സ്വീകരിക്കുകയുള്ളൂ. അപ്പം അത് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്, അത് നമുക്ക് നന്നായിട്ട് കാണാവുന്നുണ്ടെങ്കിൽ ഇനി മാറ്റി അപ്ലോഡ് ചെയ്യണം. പോസ്റ്റ് കാർഡിൻ്റെ സൈസിൽ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങളുടെ തന്നെ ഇമേജ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതിയാകും. അങ്ങനെ ഇതെല്ലാം നിങ്ങൾ കറക്ഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയും ഒരു പുതിയ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യുക. മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. അല്ലാത്തവർ ആദ്യം അപ്ലോഡ് ചെയ്തതിനകത്ത് കറക്റ്റ് തന്നെയാണോ, ഇപ്പോൾ വീണ്ടും എല്ലാവരും കയറിയിട്ട് പുതിയ പ്രിൻ്റ് ഔട്ടൊന്നും എടുത്ത് വെക്കണ്ട. കറക്ഷൻ വരുത്തിയിട്ട് മാത്രം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. അത് അയച്ചു കൊടുക്കുകയോ ഇമെയിൽ അയക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു കറക്ഷൻ വരുത്തിയെന്ന് വിചാരിച്ച് ചിലർക്കുണ്ട് അത് ഇമെയിൽ ചെയ്ത് കൊടുക്കണം. കാരണം അത് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്നൊരു ഇതുണ്ട്. നമ്മൾ കറക്ഷൻ വിൻഡോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കറക്ഷൻ സ്ലിപ്പ് എന്ന് പറയും. കറക്ഷൻ വിൻഡോ വരുത്തിയതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി അത് ഇമെയിൽ ചെയ്യണോ, അത് അയച്ചു കൊടുക്കണമെന്നൊരു ചോദ്യമാണ്. ഒന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് തന്നെ സൂക്ഷിച്ച് വെക്കാനുള്ളൊരിത് മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും അധികം കുട്ടികൾ ഈ വർഷം കറക്ഷൻ ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. ഇമെയിൽ ഐ ഡിയിൽ മെയിൻ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ പേര് ഞാൻ എല്ലാം ക്യാപിറ്റലാണ് എൻ്റർ ചെയ്തത്, പക്ഷേ അപ്പ് ആൻഡ് ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിഷ്യൽ ഞാൻ 2 ഇനിഷ്യൽ ഉണ്ടായിരുന്നത് ചേർത്ത് കൊടുത്തപ്പോൾ ഒരെണ്ണം സ്മോൾ ആയിപ്പോയി എന്നൊക്കെ ഉള്ളത്. നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്തപ്പം അപ്പ് ആൻഡ് ഓവർ ആയിട്ടാണ് അവർ സേവ് ചെയ്തത്, ആ സോഫ്റ്റ്വെയർ അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരുടെയും ഇമെയിൽ ഐ ഡിയുടെ അപ്ലൈ ചെയ്ത 25 ലക്ഷം പേരുടെയും ഇമെയിൽ ഐ ഡിയുടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് എല്ലാം സ്മോൾ ആകണമെന്നോ എല്ലാം ക്യാപിറ്റൽ ആണെന്നോ നിർബന്ധമൊന്നുമില്ല. അത് കേസ് സെൻസിറ്റീവ് അല്ല. പാസ്വേഡാണ് കേസ് സെൻസിറ്റീവ്. അപ്പം ലോവർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും തിരുത്താനാവില്ല, ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിരുത്താനായിട്ട് ആരും ശ്രമിക്കേണ്ട, അത് തെറ്റല്ല. എല്ലാവർക്കും അങ്ങനെയാണ്. വേറൊരാളുടെ വേണമെന്ന് സംശയം ഉണ്ടെങ്കിൽ വേറൊരാളുടെ ഇമെയിൽ ഐ ഡി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അവരുടെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊന്നും തിരുത്താതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ അഡ്രസ്സിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. +2ൻ്റെ റോൾ നമ്പർ തെറ്റിപ്പോയി, +2ൻ്റെ മാർക്ക് കൊടുത്ത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് കൊടുത്തില്ല, സ്കൂളിൻ്റെ അഡ്രസ്സിനകത്ത് അല്പം കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ളത് ഏറ്റവും അപ്രസക്തമായ കാര്യങ്ങളാണ്. അതൊന്നും തിരുത്താതിരിക്കുന്നതാണ് നല്ലത്. എന്താ പറയുക, പേരൻറ്റിൻ്റെ ജോലി, വരുമാനം, ഇതൊന്നും തിരുത്താതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമുള്ളവർ മാത്രം കറക്ഷൻ വിൻഡോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സർ അതുപോലെ തന്നെ നമ്മുടെ ആദ്യ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇത് വെരിഫൈ ചെയ്തിട്ടാണോ കുട്ടികൾക്ക് നൽകുന്നത്? സാറ് പറഞ്ഞു അല്ല. അപ്പോൾ ഇന്ത്യ ഇനി വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കും വരിക? തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെയും ഒരു പേടി അങ്ങനെയാണ്. ഇത് NDA വെരിഫൈ ചെയ്തിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമോ? ആപ്ലിക്കേഷൻ എപ്പോഴാണ് റിജക്ഷൻ്റെ ഒരു ഫീൽഡ് വരുന്നത്? ഏതൊക്കെ രീതിയിലുള്ള ആപ്ലിക്കേഷനാണ് റിജക്റ്റ് ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ മാർച്ച് 20-ന് ശേഷമാണ് ഓരോരുത്തരുടെ ആപ്ലിക്കേഷൻ NDA വെരിഫൈ ചെയ്യുന്നത്. NDA ആകെ നോക്കുന്നത് ഒന്ന് ഇമേജുകൾ ക്ലിയർ ആണോ എന്ന് നോക്കും. അപ്ലോഡ് ചെയ്ത ഫോട്ടോയും
ഈ സിഗ്നേച്ചറും ശരിയാണോ, ഇത് ലെജിബിൾ ആണോ, വായിക്കാൻ പറ്റുന്നതാണോ, എക്സാം ഹാളിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ NTA നോക്കുകയുള്ളൂ. അതൊരു ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നോക്കുന്നത്. അപ്പം ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മെസ്സേജ് തരും. നമുക്ക് ഇമെയിൽ വഴി SMS വഴി അറിയും നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജസ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അത് മാറ്റണം എന്ന് പറയും. അത് മാറ്റിയില്ലെന്നുള്ളത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമോ? യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഹോൾ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പം കാണുന്നത് നമ്മുടെ ഇമേജസിനകത്ത് എറർ ഉണ്ടെന്നുള്ള മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, നമ്മൾ കാണാതെ പോയതായിരിക്കും. അപ്പം നമ്മൾ ഇമേജ് ആ സമയത്താണെങ്കിൽ പോലും, ആ ഹോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആ നല്ല ഇമേജുകളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടും. അപ്പം എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരാളുടെ ആപ്ലിക്കേഷൻ പോലും റിജക്റ്റ് ചെയ്യാന്നൊരു കാര്യമില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് റോൾ നമ്പർ തെറ്റാണ്, അല്ലെ ആധാർ നമ്പറിനകത്ത് അല്പ വ്യത്യാസമുണ്ട്, അല്ലെ അഡ്രസ്സിൽ വ്യത്യാസമുണ്ട്, എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമെന്ന്. അപ്ലൈ ചെയ്തിരിക്കുന്നത് 26 ലക്ഷം വിദ്യാർത്ഥികളാണെങ്കിൽ മുഴുവൻ പേർക്കും ഹോൾ ടിക്കറ്റ് കിട്ടുകയും മുഴുവൻ പേരും പരീക്ഷ എഴുതുകയും ചെയ്യും. ആപ്ലിക്കേഷൻ റിജക്ഷൻ എന്നൊരു കാര്യമില്ല. പിന്നെ എപ്പോഴാണ് റിജക്ഷൻ വരുന്നത്? ഒരു കുട്ടി തന്നെ 2 ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരേ ഡേറ്റ, ടിൻസോ സിബ്ലിങ്സോ ട്രിപ്ലറ്റ്സോ ഒന്നുമല്ല, ഒരു കുട്ടി തന്നെ ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുതിയതായിട്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ചെയ്ത് കളയും. ആദ്യം ചെയ്ത ആപ്ലിക്കേഷൻ മാത്രമേ നിലനിർത്തുകയുള്ളൂ. പുതിയതായിട്ട് എത്ര എണ്ണം ചെയ്തിട്ടുണ്ടോ അതെല്ലാം റിജക്റ്റ് ചെയ്ത് കളയും. അങ്ങനെ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ മാത്രമാണ് റിജക്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ കൊടുത്തിരിക്കുന്ന എന്ത് ഡേറ്റയും മറ്റൊരു ഡേറ്റയും അവർ വെരിഫൈ ചെയ്യുന്നില്ല. ഇപ്പോൾ +2 ഡാറ്റാബേസുമായിട്ട് മാർക്കൊക്കെ കറക്റ്റാണോ ഇയാളുടെ, അല്ലെങ്കിൽ ഇയാൾ പഠിച്ച സ്കൂളെല്ലാം കറക്റ്റാണോ, ആധാർ നമ്പർ കറക്റ്റാണോ, ഇതൊന്നും NTA വെരിഫൈ ചെയ്യുന്നില്ല. അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം ലെജിബിൾ ആണോ എന്ന് മാത്രമേ വെരിഫൈ ചെയ്യുള്ളൂ. അതുകൊണ്ട് ആപ്ലിക്കേഷൻ റിജക്ഷൻ എന്നൊരു സംഗതി ഇല്ല NTAക്ക്. എല്ലാവർക്കും എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 20-ാം തീയതി വരും. 25-ാം തീയതി എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് കിട്ടുകയും ചെയ്യും. ഇതിനിടയിൽ 1-2 കുട്ടികൾക്ക് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് ക്ലാരിറ്റി ഇല്ല, സിഗ്നേച്ചറിന് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവരറിയിക്കുകയും അത് മാറ്റാനായിട്ട് ധാരാളം സമയം അനുവദിക്കുകയും ചെയ്യും. സാർ, അതുപോലെ അഡ്മിറ്റ് കാർഡിൽ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എക്സാം ഹോളിലേക്കൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ സാർ കഴിഞ്ഞ ആഴ്ച മെൻഷൻ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. എങ്കിലും കുറേ സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഈ അഡ്മിറ്റ് കാർഡ് വരുന്നത് ഇമെയിൽ വഴിയാണോ, എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്ത exams.nta.ac.in/NEET-UG എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ് വഴി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് വഴി തന്നെയാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത്. ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. അത് 5 പേജോളം കാണും. അതിലെ ആദ്യത്തെ 2 പേജാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് ഈ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്ത് ഫോട്ടോയൊക്കെ ഒട്ടിച്ച് സിഗ്നേച്ചറൊക്കെ ഇടുന്നത് നമ്മുടെ എക്സാം ഹാൾ തന്നെ കൊടുത്തിട്ട് പോകണം, നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാവില്ല. അപ്പം അത് പിന്നീട് നമുക്ക് തിരിച്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പിന്നെ അഡ്മിഷൻ സമയത്ത് അഡ്മിറ്റ് കാർഡ് വേണം. നമ്മൾ കേരള വഴിയോ ഓൾ ഇന്ത്യ വഴിയൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിറ്റ് കാർഡ് വേണം. അതുകൊണ്ട് ആ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്ക്. അതാ ഇനി അഡ്മിഷൻ സമയത്താണെങ്കിലും അത് വർക്ക് ചെയ്യും, അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എത്ര എണ്ണം പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്ന് എല്ലാവരും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഒരൊറ്റ ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ 2 പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് ഫോട്ടോ ഒട്ടിക്കുന്നു, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടുന്നു. അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് പേരും അഡ്രസ്സും എഴുതാനുണ്ട്, അവിടെ പേരും അഡ്രസ്സും നമ്മൾ പേന കൊണ്ട് എഴുതുന്നു. 2ാമത്തെ പേജിൽ ഒരു വലിയ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. ഈ 2ഉം വാലിഡ് ID പ്രൂഫ് ഏതാണോ, ആധാറോ, +2 ഹോൾ ടിക്കറ്റോ, പാസ്പോർട്ടോ, ലൈസൻസോ, ആധാർ എൻറോൾമെൻറ്റ് ഫോമോ ഏതെങ്കിലുമായിട്ട് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ പരീക്ഷയ്ക്കായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ എക്സാം ഹാളിൽ കൊടുത്തിട്ടാണ് പോരുന്നതെന്നുള്ളതും മനസ്സിലിരുന്നാൽ മതിയാകും. വേറെ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് പുതിയ വേറെ ആ സമയത്ത് വേറെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയോ അല്ല ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുന്ന ഈ PDF പിന്നീട് ഉപയോഗിക്കുകയോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അറിയാമല്ലോ, പേന നമുക്ക് NTA തന്നെ തരുന്നത്. പേന നമുക്ക് കൊണ്ടുപോകാനായിട്ടാവില്ല. ഈ വാലിഡ് ID പ്രൂഫും അഡ്മിറ്റ് കാർഡും അല്ലാതെ നമുക്ക് വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കുന്നതിന് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. പിന്നെ PWDO സ്ക്രൈബിന് വേണ്ടവർ ആ രീതിയിലായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പം അഡ്മിറ്റ് കാർഡിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 2 പേജ് അഡ്മിറ്റ് കാർഡ്, 2ലും ആദ്യത്തിനകത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, 2ാമത്തിനകത്ത് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, പിന്നെ അഡീഷണൽ ആയിട്ടൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ അവിടെ അറ്റൻഡ് ഷീറ്റിൽ ഒട്ടിക്കാനായിട്ട്. അതിനകത്തൊക്കെ പേരും ഡേറ്റും വേണമെന്ന് ചോദിച്ചാൽ ഏതാണോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതേ ഫോട്ടോ, അന്നത്തെ പേരും ഡേറ്റും ആണ് അന്നത്തെ പേരും ഡേറ്റും ഉള്ള ഫോട്ടോ, അങ്ങനെയുള്ള പേരും ഡേറ്റും ഉള്ള ഫോട്ടോ അതേ അപ്ലോഡ് ചെയ്ത് അതേ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് നമ്മൾ പോകുന്നു. വാലിഡ് ആയിട്ടൊരു ID പ്രൂഫ് നമ്മൾ ഒറിജിനൽ കയ്യിലെടുക്കുന്നു, ഒരു ഫോട്ടോ അഡീഷണൽ ആയിട്ട് എടുക്കുന്നു, വാട്ടർ ബോട്ടിൽ വേണ്ടവർ അതെടുക്കുന്നു.
ഇനി ഡയബറ്റിക് പേഷ്യൻ്റ് വല്ലതും ആണ്, അത്യാവശ്യം മരുന്നോ മെഡിസിനോ വല്ലതും വേണ്ടവരാണെങ്കിൽ അത് കയ്യിലെടുക്കാം. അങ്ങനെ നമ്മൾ എക്സാം സെൻറ്ററിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. വേറെ ഇൻറ്റിമേഷനായിട്ടൊന്നും NTA ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല. സർ, അതുപോലെ തന്നെ നീറ്റ് മെയ് 5 കുട്ടികളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മെറ്റൽ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് സാർ പലവട്ടം മെൻഷൻ ചെയ്തു. അപ്പോൾ സമയം എങ്ങനെ അറിയാൻ സാധിക്കും കുട്ടികൾ? നമുക്ക് എക്സാം സെൻറ്ററിലോട്ട് പോകുമ്പം വാച്ച് യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല. അതുപോലെ മെറ്റലായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും അനുവദിക്കുകയില്ല. മാലയോ ആഭരണങ്ങളോ ഒന്നും അനുവദിക്കുകയില്ല. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. നമുക്ക് ഈ വിശ്വാസപരമായിട്ടുള്ള തകിടുകൾ, ഏലസുകൾ അങ്ങനെയൊക്കെ ധാരാളം കുട്ടികൾ സാധാരണ ഇതിനു മുമ്പ് തന്നെ ധരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചതെന്ന് അവർ അത് മാറ്റാൻ പറയുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ട് കുട്ടികൾക്ക് വലുതായിട്ട് പേടി തോന്നും, ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് ചരടുകളോ ഏലസുകളോ അങ്ങനെയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ പല്ലെ കമ്പിയിട്ടതോ നമ്മൾ പറഞ്ഞു കൈക്ക് എന്തെങ്കിലും കേടുപാടുകളോ കാലിനൊക്കെ എന്തെങ്കിലും ഫ്രാക്ചർ വന്നിട്ടിരിക്കുന്ന കമ്പികൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അതല്ലാത്ത മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. സാധാരണ ഡ്രസ്സുകളെല്ലാം നിങ്ങൾക്ക് ധരിക്കാം. പ്രിൻ്റഡ് ആയിട്ടുള്ളത് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വലിയ മെറ്റൽസ് ഉള്ള ബട്ടൺസ്, അതുപോലെ തന്നെ ഇന്നർ ഡ്രസ്സ് ആണെങ്കിലും മെറ്റലുള്ള ഹുക്കുകളോ സിബുകളോ അങ്ങനെയുള്ളതൊക്കെ കഴിവതും ഒഴിവാക്കുക. കാരണം നമുക്കാണ് എക്സാം പ്രാധാന്യം. നമ്മൾ NTA വെല്ലുവിളിയായിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എക്സാം. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പോകേണ്ടത് നമ്മൾ തന്നെയാണ്. അവിടെ നമ്മളൊരു ആർഗ്യുമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഇപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ആർഗ്യുമെൻറ്റ് ചെയ്യും. പക്ഷേ അത് നമുക്കാണ് എക്സാം പ്രധാനം. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. പിന്നെ സമയത്തിൻ്റെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് നമുക്കവിടെ അറിയാനുള്ള മെഷർമെൻറ്റുകളുണ്ട്. ഒന്ന്, ക്ലോക്ക്. എല്ലാ റൂമുകളിലും എല്ലാ കുട്ടികൾക്കും കാണത്തക്ക രീതിയിൽ ക്ലോക്ക് ഉണ്ടായിരിക്കണം നിബന്ധനയുണ്ട്. പക്ഷേ 2022 2023 ചില ക്ലാസ് റൂമിലെങ്കിലും ക്ലോക്ക് ഇല്ലായിരുന്നു, അത് നമുക്കറിയാം. എന്നാൽ പോലും ക്ലോക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം. നിർബന്ധമായിട്ടും 95% അല്ലെ 99% ക്ലാസ്സുകൾ റൂമുകളിലും ക്ലോക്ക് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ 1:30 ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ 1:45 നമുക്ക് ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും പേനയും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പേന കിട്ടിയോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. 1:50 ആകുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. 1:55 തന്നെ നമുക്ക് OMRലൊക്കെ നമുക്ക് എഴുതാനായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 2 മണിക്ക് ആദ്യത്തെ ബെല്ലടിക്കും. അപ്പോൾ നമുക്കറിയാം പരീക്ഷ തുടങ്ങാനുള്ള ബെല്ലാണിത്, 2 മണി. പിന്നെ ഓരോ അരമണിക്കൂറിനിടയ്ക്കും നമുക്ക് ബെല്ലുണ്ട്. അപ്പോൾ ക്ലോക്കുണ്ട്, അരമണിക്കൂർ ബെല്ലുണ്ട്. പിന്നെ അവസാനത്തെ സമയമാകുമ്പം അവർ ഇൻസ്ട്രക്ഷൻ തരികയും ചെയ്യും. ഇനി ഇത്ര സമയമാണ് ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് അവർ ഇൻസ്ട്രക്ഷൻ തരികയും ചെയ്യും. സർ, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റുകളായിട്ട് സ്ഥിരം വരുന്നൊരു കാര്യമാണ്, കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടൊരു പുതിയ അപ്ഡേഷൻ പറയാനുണ്ടാവുക? നമുക്കിപ്പം CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ കേരളത്തിൽ അഗ്രികൾച്ചർ കിട്ടണമെങ്കിൽ ഞാൻ ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടത്? നീറ്റാണോ അല്ലെങ്കിൽ CUET വഴിയാണോ കേരളത്തിൽ അഗ്രികൾച്ചർ കിട്ടുന്നത്? വെറ്റിനറി എങ്ങനെ എനിക്ക് കേരളത്തിൽ പ്രവേശനം കിട്ടും എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം അത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, മെഡിക്കലിൻ്റെ 13 കോഴ്സുകൾക്കും പരീക്ഷ നീറ്റ് മാത്രമേ ഉള്ളൂ. കേരളത്തിലൊരു പരീക്ഷയില്ല, നീറ്റ് മാത്രം എഴുതിയാൽ മതി. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദത്തെല്ലാം. അപ്പം പരീക്ഷ എഴുതുന്ന നീറ്റാണെങ്കിലും കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ നമ്മൾ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. ഇതുവരെയും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടില്ല. കാരണം എഞ്ചിനീയറിങ്ങിൻ്റെ രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് പ്രോസ്പെക്ടസിന് അംഗീകാരം കിട്ടിയിട്ടില്ല. അത് നമ്മുടെ മന്ത്രിസഭ അംഗീകാരം കിട്ടിയതിന് ശേഷം 20-ാം തീയതി 25-ാം തീയതി ഒക്കെ ആകുമ്പോഴേ കേരളയുടെ ആപ്ലിക്കേഷൻ തുടങ്ങുള്ളൂ. അത് 1 മാസത്തോളം സമയമുണ്ട്, ധാരാളം സമയമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്, സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടും ഒക്കെ. അതുകൊണ്ട് അതാരും പേടിക്കേണ്ടതായിട്ട്, പക്ഷേ എല്ലാവരും ചെയ്യണം. MBBSൻ്റെയും BDSൻ്റെയും എല്ലാ കോഴ്സുകൾക്കും നമുക്ക് കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ നമുക്ക് കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം എന്നുള്ളത് എല്ലാവരും ഓർത്ത് വെക്കുക. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ അപ്ലോഡ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയാം. കാറ്റഗറി സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. എക്സ് സർവീസ്മാന്, മൈനോറിറ്റി, റിസർവ്, അതുപോലെ തന്നെ NRI അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരെല്ലാം അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതും അതിൻ്റെ കേരള എൻട്രൻസ് കമ്മീഷൻ പിന്നെ അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മെമ്മോ വഴി നമ്മളെ അറിയിക്കുകയും നമുക്ക് മാറ്റാനുള്ള സമയമൊക്കെ തരും. അത് മെയ് 5-നൊക്കെ ശേഷമാണ് വെരിഫിക്കേഷനൊക്കെ.
ആദ്യം 1 മാസത്തോളം അപ്ലൈ ചെയ്യാനുള്ള സമയം തരും. മെയ് അവസാനം ജൂൺ മാസത്തിലൊക്കെ കേരള എൻട്രൻസ് കമ്മീഷൻ ഓരോ ആപ്ലിക്കേഷനും വെരിഫൈ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നേറ്റിവിറ്റിയുടെ കാര്യത്തിലോ കാറ്റഗറിയുടെ കാര്യത്തിലോ ഒക്കെ തെറ്റുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചിട്ടത് മാറ്റാൻ ധാരാളം സമയം തരും. ഒന്നും പേടിക്കാനില്ല കേരള മെഡിക്കൽ. പക്ഷേ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഫീസും ഉണ്ട്. കഴിഞ്ഞ തവണ 500 രൂപയായിരുന്നു മെഡിക്കൽ മാത്രം അപ്ലൈ ചെയ്യണമെങ്കിൽ 500 രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിങ്ങിനും ബി ഫാമിനും ആർക്കിടെക്ചറിനും ഒക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചറിന് കേരളത്തിൽ പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ 84 അഗ്രികൾച്ചർ കോളേജാണ് കേരളത്തിലുള്ളത്. അതിൽ 85% സീറ്റും നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതെന്നാണ്. കഴിഞ്ഞ തവണ 500 മാർക്ക് വരെയുള്ളവർക്ക് കേരളത്തിൽ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടുകയും ചെയ്തു നീറ്റ് വെച്ചിട്ട്. 15% ഈ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഈ 4 കോളേജുകളുടെയും 15% സീറ്റുകളാണ് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ ICARൽ അപ്ലൈ ചെയ്യുന്നതിനോടുകൂടി അതിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടും കേരളത്തിൽ. CUETയുടെ പരീക്ഷ ICAR യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ 15% ഉൾപ്പെടെ ICARൻ്റെ മുഴുവൻ കോഴ്സുകൾക്കും 11 കോഴ്സുകൾ ICARനകത്തുള്ളത്. അഗ്രികൾച്ചർ, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഫിഷറി, അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം കൂടെ. അതിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 15%-നാണ് CUET ഉപയോഗിക്കുന്നത്. കേരളത്തിലും 15% CUET വഴി കിട്ടും. 85% കേരളത്തിൽ കേരള മെഡിക്കൽ വെച്ചിട്ട് നീറ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. വെറ്റിനറിയുടെ കേരളത്തിലെ പ്രവേശനവും ഓൾ ഇന്ത്യ തലത്തിലുള്ള പ്രവേശനവും നീറ്റിൻ്റെ മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ആയുർവേദവും ഹോമിയോയും അതുപോലെ തന്നെയാണ്. ആയുർവേദത്തിന് പ്രത്യേക എൻട്രൻസ് വരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇല്ല, ഈ വർഷം നീറ്റ് 2024 മെയ് 5 നടക്കുന്ന പരീക്ഷ തന്നെയാണ്. ആയുർവേദത്തിൻ്റെ കേരളത്തിലെ സീറ്റുകളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ സീറ്റിനും നീറ്റ് മാത്രം മതി. അതുപോലെ തന്നെയാണ് ഹോമിയോയ്ക്കും. കേരളത്തിലെ പ്രവേശനത്തിനും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ പ്രവേശനത്തിനും നീറ്റ് മാത്രം എഴുതിയാൽ മതി. കേരളത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. MBBSനും BDSനും നമുക്കറിയാം മറ്റൊരു പരീക്ഷയേ ഇല്ല. അപ്ലൈ ചെയ്യുന്നു. കേരള മെഡിക്കൽ റാങ്കിൽ വെച്ച് കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 19 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നമ്മൾ അപേക്ഷിക്കുന്നു, മൈനോറിറ്റി ഉൾപ്പെടെയുള്ള സീറ്റുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ കേരളത്തിലെ ഓരോ കുട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാർച്ച് 25 കൂടിയൊക്കെ ആയിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന. 1 മാസക്കാല സമയമുണ്ടാകും. അതിന് നമ്മളെല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അവിടെ ഓരോ ആപ്ലിക്കേഷനും എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്യുകയും ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കുകയും അത് മാറ്റാനും ആവശ്യത്തിന് സമയം അനുവദിക്കുകയും ചെയ്യും. ഇപ്പോൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുമെന്ന് പറയുമ്പം അതിനകത്ത് നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആദ്യമേ ചോദിക്കുകയില്ല. ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഈ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്ത എല്ലാവരും നീറ്റിൻ്റെ ഡീറ്റെയിൽസ്, ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ അങ്ങനെയുള്ളത് കേരളത്തിൻ്റെ സൈറ്റിൽ കേരള മെഡിക്കലിൽ എൻറോൾ ചെയ്ത് കൊടുത്താലേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ. കഴിഞ്ഞ തവണ ഒരു 5% കുട്ടികളെങ്കിലും കേരളത്തിൽ അപ്ലൈ ചെയ്തു. പക്ഷേ നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കേരളത്തിൻ്റെ സൈറ്റിൽ ഈ നീറ്റിൻ്റെ സ്കോർ അല്ലെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പറും എൻ്റർ ചെയ്യാത്തതുകൊണ്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ കേരള മെഡിക്കൽ വഴി പ്രവേശനം കിട്ടിയുമില്ല. കേരളത്തിൽ MBBS ഇപ്പോൾ BDS ഒക്കെ എനിക്ക് തോന്നുന്നു BDSനൊക്കെ മിനിമം മാർക്കുള്ളവർക്കും പ്രവേശനം കിട്ടിയിരുന്നു. ആയുർവേദത്തിനും ഹോമിയോയ്ക്കും അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ഒക്കെ ഈ അവസാനം കഴിഞ്ഞ ജനുവരി വരെ അഡ്മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാർക്കൊന്ന് ലിങ്ക് ചെയ്യാത്തതുകൊണ്ട്, ഇപ്പോൾ നോർമലി നമുക്കറിയാം നീറ്റിന് അല്പം മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയില്ല, നമുക്ക് പ്രവേശനം കിട്ടുകയില്ല എന്നൊരു മുൻധാരണ പ്രകാരം എന്ത് ചെയ്യും? ഈ സ്കോർ അപ്ഡേറ്റ് ചെയ്യുകയില്ല. എന്നാൽ അലോട്ട്മെൻറ്റ് മുന്നോട്ട് പോകെ അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ആയുർവേദത്തിനും ഹോമിയോയ്ക്കും BDSനും ഒക്കെ ധാരാളം വേക്കൻസികൾ പിന്നെയും വരും. അടുത്ത ഡിസംബർ മാസം വരെ ഇതിന് അലോട്ട്മെൻറ്റിന് സാധ്യതയുണ്ട്. നിങ്ങൾ നീറ്റ് എഴുതുകയും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരും നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ആ നീറ്റിൻ്റെ റിസൾട്ട് കേരളയുടെ സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കേരള മെഡിക്കൽ പ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതും എല്ലാവരും ഇപ്പോഴേ ഓർമ്മയിലിരിക്കണം. അപ്പോൾ ശിവൻ സാറ് ഈ എപ്പിസോഡ് തുടങ്ങിയത്, അതായത് ഈ വരുന്ന ദിവസങ്ങൾ 18-20 ദിവസങ്ങളിലുള്ള കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും എന്തൊക്കെ വളരെ കരുതലോടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം വരുന്ന തൊട്ടടുത്ത ദിവസങ്ങളാണ്. ഒരുപാട് പേരിലേക്ക് ഈ ഒരു എപ്പിസോഡ് എത്തിക്കേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് കറക്ഷൻ വിൻഡോയെ ആശ്രയിക്കുന്നത്. കാരണം മെയ് 5 പരീക്ഷ എഴുതുമ്പം ഈ കാൻഡിഡേറ്റിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ ഒരുപോലെ ഇരിക്കണ്ടേ. അപ്പോൾ അതുപോലെ കാറ്റഗറിയെക്കുറിച്ച്, എക്സാം സെൻറ്ററിനെ കുറിച്ചൊക്കെ അവർ
അവർ ബോധവാനാകേണ്ടത് അത്യാവശ്യമാണ്. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്കറിയാവുന്ന പേരൻസിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അവരിലേക്കൊക്കെ മാക്സിമം ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് നൽകുക. അതിൻ്റെ ഒരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പേരൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് വളരെ ലളിതമായിട്ടാണ് ശിവൻ സാർ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടൊപ്പം മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇനിയും വരും ദിവസങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ആഴ്ചയും കൃത്യമായി വ്യക്തമായി ചെയ്യേണ്ടത് എന്ന് ശിവൻ സാർ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരും. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.